വെൽക്കം ടു എക്കണോമിക്സ് എഡിബിൾ സെറ്റ് എക്കണോമിക്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിൽ ഇന്ന് പബ്ലിക് ഫിനാൻസിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ആഡ് വലറം ടാക്സും സ്പെസിഫിക് ടാക്സുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. Ad valorem tax is option A, tax imposed in accordance with the value of the product. Option B, tax imposed in the accordance with the quality of the product. Option C, tax imposed once a good crosses border. Option D, tax imposed in accordance with the quantity of the product. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ടാക്സ് ഇമ്പോസ്ഡ് ഇൻ ദ അക്കോർഡൻസ് വിത്ത് ദ വാല്യൂ ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ ആഡ് വലറം ടാക്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ദ പ്രോഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മെഷർ ചെയ്യുന്നതിനെയാണ് എന്ത് ആഡ് വലറം ടാക്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആഡ് വലറം താരിഫ് ഈസ് എ ഓപ്ഷൻ എ താരിഫ് ഓൺ ദ യൂണിറ്റ് ഓഫ് ഗുഡ്സ് ഇമ്പോർട്ടഡ്. ഓപ്ഷൻ ബി താരിഫ് ഓൺ ദ വാല്യൂ ഓഫ് ഗുഡ്സ് ഇമ്പോർട്ടഡ്. ഓപ്ഷൻ സി എ സ്പെസിഫിക് താരിഫ്. ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, താരിഫ് ഓൺ ദ വാല്യൂ ഓഫ് ഗുഡ്സ് ഇമ്പോർട്ടഡ്. നമ്മൾ കണ്ടു ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസിൽ വാല്യൂവിൻ്റെ ബേസിസിൽ ടാക്സ് മെഷർ ചെയ്യുന്നതാണ് എന്ത് ആഡ് വലറം താരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് വാല്യൂ ഓഫ് ദ ഗുഡ്സ് ഇമ്പോർട്ടഡ് ആണ്. ഇനി നമുക്ക് ആഡ് വലറം താരിഫുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ആഡ് വലറം ടാക്സിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്താണ്? മീൻസ് അക്കോർഡിംഗ് ടു വാല്യൂ, വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ മെഷർ ചെയ്യുന്നതാണ് എന്ത് ആഡ് വലറം ടാക്സ്. ഇനി ഡെഫിനിഷൻ നോക്കുകയാണെങ്കിലോ, ആഡ് വലറം tax is the tax imposed according to the assessed value of the item. High value items are highly taxed and low value items are low taxed. അതായത് വാല്യൂവിൻ്റെ ബേസിസിലാണ് മെഷർ ചെയ്യുന്നത്. ഹൈ വാല്യൂ ഐറ്റംസ് ഹൈലി ടാക്സ് ചെയ്യും, ലോ വാല്യൂ ഐറ്റംസിന് എന്തായിരിക്കും ടാക്സ് കുറവായിരിക്കും. ഇനി ആഡ് വലറം ടാക്സ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? പേഴ്സൻറ്റേജിലാണ് ആഡ് വലറം ടാക്സ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി എന്തെല്ലാം ഐറ്റംസിലാണ് ആഡ് വലറം ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്? പേഴ്സണൽ പ്രോപ്പർട്ടി, റിയൽ എസ്റ്റേറ്റ്, ഇമ്പോർട്ട്സ് എക്സിട്ര. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ കണ്ടു അല്ലേ, ആഡ് വലറം താരിഫ് എന്തിനാണ്? വാല്യൂ ഓഫ് ദ ഇമ്പോർട്ടഡ് ഐറ്റംസ് എന്ന് കണ്ടു അല്ലേ. ഇമ്പോർട്ടഡ് ഗുഡ്സിനാണ് എന്ത് ആഡ് വലറം ടാക്സ് ഇമ്പോസ് ചെയ്യുക എന്നുള്ളത് കണ്ടു. അപ്പോൾ ഈ എന്തിനൊക്കെയാണ് ഇമ്പോസ് ചെയ്യുക? പേഴ്സൻറ്റേജിലാണ് ഡിഫൈൻ ചെയ്യുക, വാല്യൂവിൻ്റെ ബേസിസിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. പരീക്ഷയ്ക്ക് പലതരത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഇപ്പോൾ പേഴ്സണൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ കൊടുത്തിട്ടായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. ഇനി ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒരു സെൽഫോണിന് 20,000 രൂപയാണ് വില. അതിന് 10% ആഡ് വലറം ടാക്സ് ഈടാക്കണമെന്ന് പറഞ്ഞാൽ 20,000ൻ്റെ 10% എത്രയായിരിക്കും? 2,000 രൂപയായിരിക്കും ആഡ് വലറം ടാക്സ്. ഇനി 30,000 രൂപയുടെ ഫോണാണെങ്കിലോ, 30,000ൻ്റെ 10% ആഡ് വലറം ടാക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3,000 രൂപയായിരിക്കും ആ സെൽഫോണിന് ആഡ് വലറം ടാക്സ് ഈടാക്കുക. അപ്പോൾ ഇനി അടുത്ത ടോപ്പിക് നമുക്ക് സ്പെസിഫിക് ടാക്സ് എന്താണെന്ന് നോക്കാം. സ്പെസിഫിക് ടാക്സ് മീനിങ് എന്താണ്? സ്പെസിഫിക് മീൻസ് ഫിക്സ്ഡ്. ഇനി ഡെഫിനിഷൻ എന്താണ്? സ്പെസിഫിക് ടാക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദ പ്രോഡക്റ്റ് ഓഫ് റിഗാർഡ്ലെസ് ഓഫ് ഇറ്റ്സ് വാല്യൂ. ഇറ്റ് ഈസ് കോൾഡ് പെർ യൂണിറ്റ് ടാക്സ്. അതായത് വാല്യൂവിനെ ബേസ് ചെയ്യാതെ എന്താണ് അതിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ പെർ യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ട് മെഷർ ചെയ്യുന്നതാണ് എന്ത് സ്പെസിഫിക് ടാക്സ് എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒരു ബാഗ് സിമെൻറ്റിന് 100 രൂപയാണ്. അത്തരത്തിൽ 50 ബാഗ് സിമെൻറ്റിന് എത്രയായിരിക്കും? 100 × 50 5,000 രൂപയായിരിക്കും. അപ്പോൾ സ്പെസിഫിക് ടാക്സ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ക്വാണ്ടിറ്റി ബീയിങ് സോൾഡ്. അതിൻ്റെ ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലാണ്ട് അതിൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല. ഇനി ആഡ് വലറം ടാക്സും സ്പെസിഫിക് ടാക്സും തമ്മിലുള്ള കമ്പാരിസൺ നോക്കുകയാണെങ്കിലോ, ആഡ് വലറം ടാക്സ് ഈസ് ചാർജ്ഡ് അക്കോർഡിംഗ് ടു ദ വാല്യൂ ഓഫ് ദ ഐറ്റം. നമ്മൾ കണ്ടു അല്ലേ, വാല്യൂവിൻ്റെ ബേസിസിലാണ് ആഡ് വലറം ടാക്സ് മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് വേരിയബിൾ. അതെല്ലാം എന്താണ്? മാറ്റം വന്നുകൊണ്ടിരിക്കും അല്ലേ. നമ്മൾ കണ്ടു ഹൈ കോസ്റ്റ് ഐറ്റംസ് എന്താണ്? ഹൈലി ടാക്സ് ചെയ്യും, ലോ കോസ്റ്റ് ഐറ്റംസ് എന്താണ്? ലോ ടാക്സ് ആയിരിക്കും കണ്ടു. അപ്പോൾ അവിടെ എന്താണ്? വേരിയബിൾ സംഭവിക്കാം. ഇനി സ്പെസിഫിക് ടാക്സ് എങ്ങനെയാണ്? സ്പെസിഫിക് ടാക്സ് ഈസ് ചാർജ്ഡ് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ് അല്ലേ. അതിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാണ്ട് അതിൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇറ്റ് ഈസ് ഫിക്സ്ഡ്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ് കൊടുത്തിട്ടുള്ളത്. എ ബി സിയിൽ ടാക്സുകളും
ഇനി 1, 2, 3, 4 കൊടുത്തിട്ടുള്ളത് എന്താണ്, ഏത് ടാക്സ് ആണ് അത് സ്പെസിഫൈ ചെയ്യുന്നതുള്ളത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രോപ്പർട്ടി ടാക്സ്, വസ്തുനികുതി, എന്താണ് ഡയറക്റ്റ് ടാക്സ് ആണ് അല്ലേ. ഇവിടുത്തെ 3ലാണ് വരിക ഡയറക്റ്റ് ടാക്സ്, അതായത് വസ്തുനികുതി നേരിട്ട് വില്ലേജിൽ പോയി അടയ്ക്കുകയാണ് ചെയ്യുക. ഇനി ബി, കസ്റ്റംസ് ആൻഡ് എക്സൈസ് ഡ്യൂട്ടി. കസ്റ്റംസ് ആൻഡ് എക്സൈസ് ഡ്യൂട്ടി ഏത് ടൈപ്പ് ടാക്സാണ് വരിക, ഇൻഡയറക്റ്റ് ടാക്സ് ആണ് അല്ലേ. ഇനി മൂന്നാമത്തെ സി, വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി. നമ്മൾ കണ്ടു അല്ലേ, വാല്യൂവിൻ്റെ ബേസിസിൽ പ്രോപ്പർട്ടി, റിയൽ എസ്റ്റേറ്റ്, ഇമ്പോർട്ട്സ് ഒക്കെ വരുന്നത് ഏതാണ്, ആഡ് വലറം ടാക്സ് ആയിരിക്കും. ഓപ്ഷൻ ഡി നോക്കുമ്പോൾ എന്താണ്, വെയിറ്റ് ഓഫ് ദ കമ്മോഡിറ്റി, അതായത് ക്വാണ്ടിറ്റീൻ്റെ ബേസിൽ നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ് ഏത് ടാക്സ് ആയിട്ടാണ് കണക്കാക്കുക, സ്പെസിഫിക് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പബ്ലിക് ഫിനാൻസിൻ്റെ ഭാഗത്തു നിന്ന് ആഡ് വലറം ടാക്സും സ്പെസിഫിക് ടാക്സുമായിട്ട് ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കമ്പാരിസനൊക്കെ ഓർത്ത് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്